ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ. കണ്ണൂർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു മാസക്കാലമായി രാമായണ മാസാചരണത്തിൻ്റെ ധന്യതയുടെ നിറവിലൂടെ സഞ്ചരിക്കുവാനുള്ള ഭാഗ്യമാണ് നമുക്കേവർക്കും ലഭിച്ചിട്ടുള്ളത്. രാമായണ കഥാമൃതത്തിലൂടെ രാമായണത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥതലങ്ങളിലൂടെയും തത്വചിന്തകളിലൂടെയും രാമായണം പകർന്നു നൽകുന്ന ജീവിത സന്ദേശങ്ങളിലൂടെ ഒക്കെ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിച്ചു. ഇന്ന് രാമായണ മാസാചരണം സമർപ്പിതമാകുമ്പോൾ ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ധന്യതയുടെ നിറവിലാണ് നാം എല്ലാം. രാവണവധാനന്തരം വിഭീഷണ രാജ്യാഭിഷേകത്തിന് ശേഷം സീതാസ്വീകാരത്തെ തുടർന്ന് പുഷ്പക വിമാനത്തിൽ ഭരദ്വാജാശ്രമത്തിലേക്ക് എത്തുകയും തുടർന്ന് നന്ദിഗ്രാമത്തിൽ ഭരതൻ ശ്രീരാമനെ സ്വീകരിച്ച് 14 വർഷമായി ശ്രീരാമ പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ചുകൊണ്ട് ഒരു സേവകനായി നിന്നുകൊണ്ട് ഭരണം നിർവഹിച്ച ഭരതൻ ആ രാജ്യത്തിൻ്റെ സമൃദ്ധിയെ വർദ്ധിപ്പിച്ച് ഭരണനിപുണനാം കേകയകുമാരൻ എന്ന ആ പ്രസ്താവനയെ അർത്ഥവത്താക്കുന്ന വിധത്തിൽ സമൃദ്ധമായ രാജ്യത്തെ ശ്രീരാമൻ്റെ കാൽക്കൽ സമർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭരത ശത്രുഘ്നന്മാരുടെയും കുലഗുരുവായ വസിഷ്ഠൻ്റെയും പുരവാസികളുടെയും എല്ലാം അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ശ്രീരാമൻ സീതാസമേതനായിട്ടുള്ള ശ്രീരാമൻ ആ രാജ്യാധികാരം ഏറ്റെടുക്കുകയാണ്. സീതാസമേതനായ ശ്രീരാമൻ അഭിഷിക്തമാകുന്ന ആ ധന്യമുഹൂർത്തമാണ് രാമായണത്തിൻ്റെ ധന്യത നിറയുന്ന ആ രാജ്യാഭിഷേകത്തിൻ്റെ വിശിഷ്ട മുഹൂർത്തം. ശ്രീരാമൻ അഭിഷിക്തനാകുന്ന സമയത്ത് ദേവലോകരാജാവായ ഇന്ദ്രൻ മുതലായ ആളുകൾ, യക്ഷഗന്ധർവ അപ്സരസ്സുകൾ ഒക്കെ ആകാശവീതിയിൽ വന്ന് പുഷ്പവൃഷ്ടി ചൊരിഞ്ഞുകൊണ്ട് ശ്രീരാമനെ സ്തുതിക്കുന്ന ഒരു ധന്യമായ വേള നമുക്ക് കാണാൻ സാധിക്കും. പ്രപഞ്ചം മുഴുവൻ ആഹ്ലാദിക്കുന്ന, പ്രപഞ്ചം മുഴുവൻ സന്തോഷിക്കുന്ന ഒരു ധന്യവേളയുടെ നിറവിലാണ് ഇന്ന് കേരളക്കരയിലെ ഭക്തജനങ്ങൾ, രാമായണ ഉപാസനയിലൂടെ സഞ്ചരിക്കുന്ന ഭക്തജനങ്ങളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ രാമായണത്തിൻ്റെ ധന്യതയുടെ നിറവിൽ രാമായണം പകർന്നു നൽകുന്ന ധർമ്മ സന്ദേശങ്ങളെ സാക്ഷാത്കരിക്കത്തക്ക വിധത്തിൽ കാലാധിവർത്തിയായ മൂല്യങ്ങളിലൂടെ ലോകത്തിന് മുഴുവൻ സംഭാവന ചെയ്യുന്ന, കാലാധിവർത്തിയായ തത്വങ്ങളെ ഉൾക്കൊള്ളുന്ന, എത്രയോ യുഗങ്ങൾക്കപ്പുറത്ത് സംഭവിച്ച കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിലും ഇന്നത്തെ സാഹചര്യത്തിലും പ്രസക്തമാണ് എന്ന സന്ദേശത്തെ പകർന്നു നൽകുന്ന ആ രാമായണ കാവ്യത്തിൻ്റെ ചിന്താധാരകളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാനും ആത്മാരാമന്മാരായി സമൂഹത്തിൽ ആ ധർമ്മ സന്ദേശത്തിനനുസൃതമായി ജീവിക്കുന്നതിനും ആ ധർമ്മ സന്ദേശത്തെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിനും വരും തലമുറകളിലേക്ക് അവയെ സന്നിവേശിപ്പിക്കുന്നതിനും ഓരോരുത്തരും ശക്തരും പ്രാപ്തരുമാകേണ്ടതുണ്ട് എന്ന ആ രാമായണ സന്ദേശത്തെ ഉൾക്കൊള്ളുന്നതിന് ഈ രാമായണ മാസാചരണം നമുക്ക് പ്രേരകവും പ്രചോദനവുമാകട്ടെ. ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ധന്യമായ അനുഗ്രഹം നമ്മളിൽ എല്ലാവരിലും വഴിഞ്ഞൊഴുകട്ടെ. കണ്ണൂർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും രാമായണ മാസത്തിൻ്റെ വിശിഷ്ടമായ ആശംസകളെ ഒരിക്കൽ കൂടി അർപ്പിക്കുകയാണ്. ഏവർക്കും നമസ്കാരം. ഹരേ രാമ 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 ശ്രീരാമഭദ്ര ജയ. Relax. Redefine yourself. Green Planet Hotel near Kannur Airport, Mattannur.